സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها ഈ ഭൂമിയെല്ലാം തകർക്കുകയാണ്. ഖിയാമത്ത് നാൾ കടന്നു വരികയാണ്. ഞാൻ ചുരുക്കിയാ പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും മരണം സംഭവിച്ചു. അതാ ഖിയാമത്ത് നാൾ കടന്നു വരികയാണ്. ഷമീർ ദാരിമി ഇന്ന് മണ്ണിന്റെ ഉള്ളിലാണ്. പുറക്കാടുള്ള ഉമ്മമാര് മണ്ണിന്റെ ഉള്ളിലാണ്. ഉപ്പമാര് മണ്ണിന്റെ ഉള്ളിലാണ്. ചെറുപ്പക്കാര് മണ്ണിന്റെ ഉള്ളറയിലാണ്. അല്ലാഹുവേ, ആറടി മണ്ണാകുന്ന ഖബറിനകത്താണ് എല്ലാവരും. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആദ്യമായിട്ട് 4 മാലാഖമാരെ വിളിക്കുകയാണ്. 4 മാലാഖമാരെ വിളിക്കുന്നു. ആ 4 മാലാഖമാരാരാണ്? മലക്കു ജിബ്രീൽ, മലക്കു മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ. ആ 4 മാലാഖമാരെ വിളിച്ചിട്ട് പറയാണ്, ഓ മലക്കുകളെ, കടന്നു പോവുക, കടന്നു പോവുക, ദുനിയാവിലേക്കൊന്ന് കടന്നു പോവുക. അവിടെ ചെന്നുകൊണ്ട് വിളിക്കുക ആരെയെന്നറിയോ? ഖൽബിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നുകൂടെ പവർ കൂട്ടി പറഞ്ഞ സന്തോഷാവും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ വരിക്കിന് പറഞ്ഞു പോവാണ്. ഇതൊക്കെ ഇതിപ്പോഴും മരണം തന്നെ പറഞ്ഞാല് ഒന്നും എന്തെയില്ല, അവസാനിക്കില്ല, അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മരണം കഴിഞ്ഞു, ആരുടെ മണ്ണിലെത്തി. ഇനി എല്ലാവരും ഈ ലോകത്തോട് വിട പറയാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ചു, ആരുമില്ലത്. ഇനി ഈ 4 മലക്കിനെ വിളിച്ചിട്ട് അല്ലാഹ് പറയും, ആദ്യമായിട്ട് പുനർജീവിപ്പിക്കുന്ന വ്യക്തിത്വമാരാ എന്ന് പറയും. ആരാ? നിങ്ങൾ പറഞ്ഞോളി, പേടിക്കേണ്ട. ആരാണ്? ആദ്യമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആദ്യമായിട്ട് വിളിച്ചു കൊണ്ടുവരാൻ പറയുന്ന വ്യക്തിത്വം ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്ന് ഉറക്കെ ചൊല്ലിക്കൊള്ളി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായിട്ട് ഈ 4 മലക്കിനോട് പറയും, നിങ്ങൾ പോകണം ദുനിയാവിലേക്ക്. ദുനിയാവിലേക്ക് നിങ്ങളൊന്ന് കടന്നുപോയി എന്റെ ഹബീബിനെ ഒന്ന് വിളിക്കണം. എന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു കൊണ്ടുവരണം. 4 മാലാഖമാര് കടന്നു വരികയാണ് ഭൂമിയിലേക്ക്. ഭൂമിയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് 4 മാലാഖമാരും കടന്നു വന്നു. ഓരോ മാലാഖമാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുക. എന്തിനാ വഴക്കെന്നറിയോ? ജിബ്രീൽ പറയും, നിങ്ങൾ വിളിച്ചോ, നിങ്ങളല്ലേ അള്ളാഹുവിനോട് വലിയ, പിന്നെ അള്ളാഹിന്റെ ഹബീബിനോട് പിന്നെ ഏറ്റവും നല്ല സ്നേഹം. അങ്ങനെ ഓരോരുത്തർ പറയും, വേണ്ട, എന്നാ ശരി മീകായിലിനെ വിളിക്കും. മീകായിൽ പറയും, ഞാൻ വിളിക്കൂല, എനിക്ക് നാണക്കേടാൻ, പേടിയാണ്. എന്താ പേടി? ഹബീബിനോടുള്ള മഹബത്താണ്. എങ്ങനെ വിളിക്കുമെന്ന് മലക്കുകൾക്ക് പോലും വല്ലാത്തൊരു സന്തോഷത്തിലാ. ഞാൻ വിളിക്കൂല, നിങ്ങൾ വിളിച്ചോളി. അവസാനം പറയും, എന്നാ ശരി ജിബ്രീൽ വിളിക്കട്ടെ, ജിബ്രീൽ വിളിക്കട്ടെ. പറയും ജിബ്രീൽ. ഇവിടുത്തെ ആൾക്കാർക്ക് അതിനെ പറ്റി പറയണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല ദീനി ചൈതന്യമുള്ളൊരു നാടാണ്. ഉറക്കെ പറയും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഇവിടെ ലോകത്തിന്റെ രാജകുമാരന്റെ റൗള ശരീഫിന്റെ അടുക്കൽ വന്നിട്ട് അവിടന്നതാ വിളിക്കുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖും ബിദിനില്ലാഹ്. എഴുന്നേക്കിൻ നബിയേ, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം എഴുന്നേറ്റ് വരുവിൻ നബിയേ. അല്ലാഹുവേ, ഖബർ അവിടുന്ന് പൊട്ടുകയാണ്. ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് തലയിലുള്ള മണ്ണെല്ലാം തട്ടിക്കുടഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് വരികയാണ്. വന്നപാടേ അവിടുന്ന് പ്രിയപ്പെട്ട മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടവകൾ രാജകുമാരന്റെ കയ്യിലേക്കൊന്ന് വെച്ച് നീട്ടുമ്പോ അവിടുന്ന് സ്വർഗത്തിന്റെ പട്ട് പേടിച്ചിട്ടില്ല. സ്വർഗത്തിന്റെ ഒന്നും തന്നെ പേടിക്കാതെ അവിടുന്ന് ചോദിച്ചു പോയത്, എന്റെ ഉമർ എവിടെ, എന്റെ അബൂബക്കർ എവിടെ, എന്റെ പുറക്കാടുള്ള ഉപ്പമാരെവിടെ, എന്റെ പുറക്കാടുള്ള എന്റെ പെങ്ങളെവിടെ? കോടിക്കണക്കാന സ്വലാത്ത്
സലാത്തുകളും സലാമുകളും എനിക്ക് വേണ്ടി ചൊല്ലിപ്പോ എന്റെ പുറക്കാടുള്ള എന്റെ പൊന്നുമോളെവിടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായി ചോദിക്കുന്നത്. മലക്കുകൾ പറയുന്ന റസൂലല്ലാ, ആദ്യമായിട്ട് പുനർജീവിപ്പിച്ചത് അവിടത്തെയാണ് നബിയെ. അള്ളാഹുവേ, റസൂലുള്ളാഹിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇരിക്കുന്ന നമ്മളെ എല്ലാം അള്ളാഹുവേ വിളിക്കുകയാ. എല്ലാവരും വരി വരിയായിട്ട് കടന്നു വരുന്നവിടെ മഹ്ശറയാകുന്ന കോടതിയിലേക്കാ. യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. അവിടന്നതാ പാപ്പക്കു മക്കളെ അറിഞ്ഞൂടാ, മക്കൾക്ക് ഉമ്മാനെ അറിഞ്ഞൂടാ, സഹോദരങ്ങൾക്ക് സഹപാഠിയെ അറിഞ്ഞൂടാ, അനുജത്തിക്ക് ജേട്ടത്തി അറിഞ്ഞൂടാ, ജേട്ടത്തിക്ക് അനുജത്തി അറിഞ്ഞൂടാ. ഇങ്ങനെയതാ കടന്നു പോവുകയാണ്. മഹ്ശറ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളെ മലക്കുകൾ ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതാ കൊണ്ടുവരുന്നു. അള്ളാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാണ്. അള്ളാഹുവേ, നരകത്തിനെ വലിച്ചു കൊണ്ടുവരികയാ. ഈ നരകത്തിലേക്ക് പോകുന്നവരാരെന്ന് പറയും? ആ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാണ്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയഖദു ബിന്നവാസി വൽ അഖ്ദാം. അല്ലാഹു നരകത്തെ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا فكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا ولن نزيدكم إلا عذابا إن جهنم كانت مرصادا. പുറക്കാടി കിടന്നിറങ്ങുന്ന മഹാനുഭാവന്റെ ചാരത്ത് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്നെന്റെ ചെറുപ്പക്കാരാ, അതാ അവിടെ നിന്ന് നരകത്തെ അല്ലാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ നരകത്തിനെ വലിച്ചു കൊണ്ടുവരികയാ. അവിടെ വെച്ചുകൊണ്ട് പടച്ചവനെ ഓരോ മനുഷ്യരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് അല്ലാഹു നരകത്തെ ഒരുക്കി തയ്യാറാക്കി വെച്ചതെന്നറിയോ? വലഖദ് ദറഅനാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നരകത്തെ ഒരുക്കി തയ്യാറാക്കി. പടച്ചറബ്ബ് നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അവരൊക്കൊന്ന് പറയും, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ദിക്ർ ഞാൻ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരും. നിങ്ങൾ ചൊല്ലാന്നുള്ളവർക്കൊന്ന് കൈവയ്ക്ക് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇത് ചൊല്ലാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഞാൻ മറന്നുപോയാലും നിങ്ങൾ എന്നോട് ചോദിക്കണം. ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പിട്ട് അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് നരകം പേടിയാണ്. പടച്ച റബ്ബേ, ഈ പുറക്കാട് ഈ ഉള്ള പരിപാടിക്ക് പ്രഭാഷണത്തിന്റെ സദസ്സിന് അള്ളാഹ് നിന്റെ ദീനിന്റെ സദസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കടന്നിരിക്കുന്ന ഒരാളെയും നീ മോശക്കാരാക്കല്ല റബ്ബേ. മനസ്സറിഞ്ഞെന്ന് പറഞ്ഞ അള്ളാഹുവെ, നീ മോശക്കാരാക്കല്ല റഹ്മാനെ, നീ മോശക്കാരാക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ, നീ പുറത്തു തരണേ റഹ്മാനെ. അതുകൊണ്ട് അവിടെ എല്ലാവരും നിൽക്കാൻ വരിക്ക് എവിടെ ഓടാൻ പറ്റൂലല്ലോ. ആർക്ക് വേണ്ടിയാണ്? അധികം മനുഷ്യർക്കും അധികം ജിന്നുകൾക്കും വേണ്ടിയിട്ടാണ്. അധികം മനുഷ്യർക്കും അധികം ജിന്നുകൾക്കും വേണ്ടിയാ. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം തന്നു, നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ ഓർക്കൂല. നമ്മളിങ്ങനെ കടന്നു പോവാൻ ഈ ഇവിടെയുള്ള പാശ്ചാത്യന്റെ പരിഷ്കാരങ്ങളും മുഴുവനും ഹൃത്തടത്തിന്റെ ഉള്ളിൽ മായാതെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ പിന്നെ ഏറ്റവും നന്നായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിന്റെ വഴികളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാത എവിടെ? നമ്മളിൽ ഇല്ലല്ലോ.
നമ്മളിലില്ല. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ നിന്നോട് ഉറപ്പിച്ചു പറയാൻ, ഞങ്ങൾ ഒരുപാട് കുറ്റം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്കൊന്ന് പറയും, ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഒരുക്കി വെച്ചത്? കസീറം മിനൽ ജിന്നി വൽ ഇൻസ്. ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? അല്ലാഹുവേ, ഇന്നീ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വന്നിരിക്കുമ്പോ എന്റെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട്, ഖൽബ് കൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു. അല്ലാ, നിങ്ങൾക്കറിയുമല്ലോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉറക്കെ പറയ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നരകത്തെ പറ്റി ഓർത്തുകൊണ്ട് കരയുമായിരുന്നല്ലോ. ലൗ നൂദിയ ഇന്നൽ ഖലായിഖ ലയദ്ഖുലൂനൽ ജന്ന ഇല്ലാ റജുലൻ വാഹിദാ خفت أن أكون أنا ذلك الرجل. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? പുറക്കാട് പ്രഭാഷണത്തിന്റെ സദസ്സിൽ ആകാംക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഉപ്പ, നമ്മളും കാത്തിരിക്കുന്നത് പടച്ചവന്റെ സ്വർഗീയ ലോകമാണല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളമാണല്ലോ, ആ സ്വർഗത്തിന്റെ അരുവിയാണല്ലോ, ആ സ്വർഗത്തിന്റെ കട്ടിലാണല്ലോ, ആ സ്വർഗത്തിന്റെ പനനീരിനെയല്ലേ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അവിടെ നിന്ന് സ്വർഗമുറപ്പിച്ച ആളാണല്ലോ. അല്ലാഹുവേ, ഇസ്രാ മിഅ്റാജ് കടന്നു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഓ ഉമറേ, നിങ്ങളുടെ സ്വർഗം ഞാൻ കണ്ടു ഉമറേ, അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല ഉമറേ. നിങ്ങൾ ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ട് കടന്നിട്ടില്ല ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരനായ ഖൽബിന്റെ മുത്തായ മനസ്സിന്റെ ഖൽബായ നബിയുൽ ഹറമൈൻ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ആളാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു പോവുകയാണ്, ഒരാള് വിളിച്ചു പറയുന്നു, അല്ലാഹുവിന്റെ നരകത്തില്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തില് അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളെല്ലാം കടന്നു പോവുകയാണ്. ഇല്ല റജുലൻ വാഹിദാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എല്ലാവരും കടന്നു പോവുകയാണ്. പടച്ചവന്റെ നരകത്തിലേക്ക് പോകുന്നത് ഒരേ ഒരാള് മാത്രമാണ്, ഒരേ ഒരാള് മാത്രമാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പോകുന്ന ആ ഒരു മനുഷ്യൻ ഞാനാകുമോ, ഞാൻ പേടിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോകുന്നെങ്കിലോ, ഇന്നിവിടെ പ്രഭാഷണത്തിന് കടന്നു വന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവേ, പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേട്ടപ്പോ ഓ സമയം മുതൽ ചാടി എഴുന്നേറ്റ് പോയവരാട്. ഒരുപാട് നിസ്കരിച്ചെങ്കിലെന്താ, ഒരുപാട് സക്കാത്ത് കൊടുത്തെങ്കിലെന്താ, ഒരുപാട് സ്വതക്ക ചെയ്തെങ്കിലെന്താ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഖൽബ് കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ കണ്ണുകൊണ്ട് കുറ്റം ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? കാതുകൊണ്ട് തെറ്റുകൾ കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ, നന്മകൾ ചെയ്താൽ സ്വർഗം കൊടുക്കാമെന്ന് അല്ലാഹു ഇവിടെ നിന്ന് വാഗ്ദാനം പറയുമ്പോ ഉമർ തങ്ങൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു പോയ ആളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞു പോയെങ്കിലും നേരം വെളുത്ത് ഇത്രയും സമയമായിട്ട് ഒരു ളുഹറിന്റെയോ അസറിന്റെയോ മഗ്രിബിന്റെയോ ഇശാഇന്റെയോ സമയത്ത് ഒന്നിരുന്നിട്ട് പടച്ചറപ്പേ നിന്റെ നരകം പേടിയാ. ഏതെങ്കിലും ഒരു സമയത്തിരുന്നിട്ട് ദാരിമിയോ നിങ്ങളോ അല്ലാഹുവേ നിന്റെ നരകത്തെ പേടിയാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടോ? മഗ്രിബിന്റെ സമയം ചെല്ലാൻ പറഞ്ഞു, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇല്ലേ?
ഇവിടെ വെള്ളിയാഴ്ചകളിലൊക്കെ ഉസ്താദുമാരൊക്കെ അവിടെ മെഹ്റാബിൽ കയറി നിന്നിട്ട് മെമ്പറിൽ കയറി നിന്നിട്ട് അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സാപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും പറ്റൂല. അള്ളാഹു നല്ല മനസ്സോട് കൂടി ആമീൻ പറയണം. എന്താ അള്ളാഹ് നിന്റെ നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയല്ല എന്നല്ലേ പടച്ച റബ്ബേ, ഇരിക്കുന്ന ഒരാൾക്ക് നിന്റെ നരകം നീ കൊടുക്കല്ലേ പടച്ചോനെ. എന്നെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറയും. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമർ തങ്ങൾ കരഞ്ഞു. നമ്മൾ കരയോ? നമ്മൾ ചിന്തിക്കില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അള്ളാന്റെ നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇതിനെ ഒക്കെ പറ്റി ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് നല്ല ചിന്താ മണ്ഡലം തന്നു. പക്ഷെ നമ്മൾ കേൾക്കൂല. നമ്മളിങ്ങനെ പോയതുപോലെ പാരിൽ നീലാവിൽ കുതിച്ചു ചാടും മനോജാമീ, പാരിൽ കനീവിനായി പാരിലായി